അതെ, ഞാനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ, അഞ്ജുവിന്റെ വീട്ടില്. അപ്പൊ അഞ്ജു, വീടിന്റെ മുകളിൽ ഒരാളുണ്ട്, ഇത്തിരി പിണക്കത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ് ആള്. ഒരു കാര്യം വിളിച്ചു നോക്കിയാലോ? മിലോ, മിലോ. ആ ദേ വന്നൂടാ തക്കിടുമ്പത്തേ, എന്റെ പൊന്നെ ഇങ്ങോട്ട് വാടാ. ഒരു ഉമ്മ. ഞാൻ എപ്പ വന്ന് വിളിച്ചാലും ഓടിക്കിട്ട് വരും കേട്ടാ. എന്നാ പിടിച്ച അഞ്ജു, എന്തൊരു സ്നേഹാന്നറിയോ തക്കിടോ. ഇന്ന് വലിയ ഭംഗിയിലാക്കിണ്ടല്ലോ. ഇന്ന് മുടിയൊക്കെ ഇട്ടിട്ട് സുന്ദരിയാക്കിയാ. സുന്ദരൻ അല്ലേ? സുന്ദരനാണ്, തക്കിടുമാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മിലോനെ കാണാനല്ല, മിലോന്റെ കുറെ ഉണ്ണിയുണ്ട് അല്ലേ? അപ്പൊ കുറച്ച് ഉണ്ണികളുണ്ട് അല്ലേ? അപ്പൊ അവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാണല്ലോ, മനുഷ്യന്മാരുടെ അതേ സംഭവമാണ് അല്ലേ ഈ ഷിപ്സു. പെട്ടെന്ന് പിണങ്ങൂലേ? നല്ല പിണക്കമുണ്ട്, വാശിയുണ്ട്, നമ്മൾ വഴക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും, ഒക്കെ ചെയ്യും. എനിക്ക് നല്ല സ്നേഹമുണ്ട്. ഒന്ന് കണ്ടടാ എന്താണ് നമുക്ക് പിന്നെ വീട്ടില് പിള്ളേരുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കൊരു മക്കളുടെ ആവശ്യമില്ല അല്ലേ? ശരിക്ക് വായൊക്കെ പഠിക്കണ്ട. ഉറങ്ങിയില്ലേ നീയേ? കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിരുന്നാ, ഞാനത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഉണ്ണിമക്കളെ ഒന്ന് കണ്ടാലോ? ഓക്കെ, ഒരു ഉമ്മന്നേടാ. അയ്യടാ ഉമ്മ. അതെ, അപ്പൊ നമ്മുടെ കുറെ ഉണ്ണിമക്കളുടെ കൂടെയാണ് ഞാൻ ഉള്ളത് കേട്ടാന്ന്. ഇതാ കണ്ട, അതെ കുറെ തക്കടുണ്ട്. ദേ പോണു, ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ട, ആൾക്കൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലോ കാണാനായിട്ട് അല്ലേ? ഇത് ബൈ കളറും ആണ്, പിന്നെ അതിന്റെ ഐ ബ്ലൂ ആണ്. അതെ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ മിലോന്റെ ഉണ്ണിമക്കള് മാത്രല്ല അല്ലേ? അല്ലല്ല, നമുക്ക് വേറൊരു മെയിൽ ഡോഗും കൂടി ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്. അച്ചോടാ, ഇത് ഏകദേശം എത്ര നാളായി? ഇത് 2 ബാച്ച് പപ്പീസാ. അപ്പൊ അതിൽ ഒരു കൂട്ടര് 19 ദിവസം ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവർ ഒരു 10-43 ദിവസമൊക്കെ ആയിട്ടുള്ള ഇതുണ്ട് അല്ലേ? അപ്പൊ ഇതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജു എന്ന് പറയുന്നത് എന്താ പറയാ, ഇങ്ങനെ കുറെ ഉണ്ണിമക്കളെ എന്താ പറയാ വളർത്തുകയും അതേപോലെ തന്നെ ഭയങ്കര രസാട്ടോ. വീട്ടിൽ കൂടെ ഓടിച്ചാടി ഇങ്ങനെ നടക്കണേ. അതേ പോണ ഒരുത്തൻ, ഇങ്ങോട്ട് വാടാ. ഇവരെ ഇരുത്തിയോർത്ത് ഇരുത്തൂല്ല, നിൽക്കൂല കേട്ടോ. അതേ കിടന്നത് എന്റെ മെക്കെട്ടൊക്കെ കയറുന്നുണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ നിങ്ങളുടെ വീടുകളിലും ഇങ്ങോട്ട് വാടാ. ഇതേപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് എന്താ പറയാ സന്തോഷിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ, വീട്ടില് ആരും ഇല്ലാത്തതുണ്ടെങ്കിൽ അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് നേരം പോവാനും പ്രായമായവർക്ക് നേരം പോകാനൊക്കെ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഇത്തിരി ഇഷ്ടം ഉണ്ടായാൽ മതി. അതെ അല്ലേ? നമുക്ക് ഭയങ്കര രസമായിരിക്കും. ശരിക്കും ഇവരോട് സ്നേഹം വേണം അല്ലേ? ഒരിത്തിരി സ്നേഹം നമുക്ക് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യം. ഇതേ പോണൊക്കെ ഇതേ ഓർത്ത് ഓടി അതിനുള്ളിൽ പോണു. എന്തപ്പാ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഉണ്ണിമക്കളെ എന്താ പറയാ വീടുകളിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ജുവിനെ വിളിക്കാട്ടാ. അപ്പൊ അഞ്ജു എന്റെ അയൽപക്കം തന്നെയാണ്, എന്റെ വീട് ചുവന്നമണ്ണ്, ഇത് വഴുക്കുംപാറ. അപ്പൊ ഞാൻ മിക്കവാറും ഇവിടെ വരുന്നതാണ്. അപ്പൊ മിലോ നമ്മുടെ ചങ്കാണ്. അപ്പൊ ഇന്ന് വന്നപ്പോ നമ്മുടെ ഉണ്ണിമക്കളെയും കൂടി കാണാൻ മാത്രമാണ് വന്നത് കേട്ടാ. അപ്പൊ എന്തായാലും വേറെ ഒന്നുമില്ല ഇല്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അഞ്ജുവിനെ വിളിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.